മരിച്ചെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ ബധിരനും മൂകനുമായ യുവാവിനെ സംസ്കരിക്കാൻ കൊണ്ടുപോയതാണ് വീട്ടുകാർ. മൃതദേഹം ചിതയിലേക്ക് വെച്ചു. ശവസംസ്കാരത്തിന് അല്പനിമിഷം മുമ്പ് അതാ യുവാവ് എഴുന്നേൽക്കുന്നു. ചിതയിലെ പുകയേറ്റ് ശ്വാസം മുട്ടിയപ്പോഴാണ് രോഹിതാഷ് കുമാർ കണ്ണു തുറന്നത്. ജയ്പൂരിലെ 3 ഡോക്ടർമാരെ സസ്പെൻഡും ചെയ്തു. നമുക്കിപ്പം വിവരങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് സന്ധ്യ പ്രഭയുണ്ട്. സന്ധ്യ, സാധാരണ നമ്മൾ സിനിമയിലൊക്കെയാണ് ഇങ്ങനെ കാണുന്നത്. അത് പക്ഷേ കുറച്ചൊരു ഹാസ്യവൽക്കരിച്ചുമാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ സംസ്കരിക്കാനായിട്ട് കൊണ്ടുപോകുന്നു, എഴുന്നേറ്റ് വരുന്നു ഒക്കെ. ഇവിടെ എന്താണ് സംഭവിച്ചത് ശരിക്കും? ജയലക്ഷ്മി, ഇത് രാജസ്ഥാനിലെ ജുൻജുനു എന്ന ജില്ലയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. നമ്മൾ മുൻപും കേട്ടിട്ടുണ്ട് അല്ലേ, മരിച്ചു എന്ന ഡോക്ടർമാർ വിധി എഴുതിയ പലരും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന കാര്യം. രോഹിതാഷ് കുമാർ എന്ന് പറയുന്ന ഈ യുവാവ് ബധിരനും മൂകനുമാണ്. ഒരു ഷെൽട്ടർ ഹോമിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്. വേറെ ബന്ധുക്കളൊന്നുമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് ജുൻജുനു ജില്ലയിലെ തന്നെ BDK ഹോസ്പിറ്റലിൽ ഇദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഉച്ചയോടെ ഡോക്ടർമാർ മരിച്ചു എന്ന് വിധി എഴുതി ഇയാളെ മോർച്ചറിയിൽ സൂക്ഷിക്കുകയാണ്. അതിനുശേഷം ഇയാളെ സംസ്കരിക്കാൻ കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇയാളെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ബധിരനും മൂകനുമാണ്, ഷെൽട്ടർ ഹോമിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നു, ചോദിക്കാനും പറയാനും ആരുമില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഇദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട എന്നവർ തീരുമാനിച്ചതിന് ശേഷമാണ് ഇദ്ദേഹത്തെ സംസ്കരിക്കാൻ കൊണ്ടുപോകുന്നത്. ആ സമയം ചിതയിലേക്ക് വയ്ക്കുമ്പോൾ ഇയാൾ കണ്ണ് തുറക്കുകയായിരുന്നു. ചിലപ്പോൾ ചിത കൊളുത്തിയപ്പോൾ ആ പുകയടിച്ചിട്ടൊക്കെ ആയിരിക്കാം. ഭാഗ്യത്തിന് അയാൾ കണ്ണ് തുറന്നു. അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അയാൾ ഇപ്പോൾ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെയും പറഞ്ഞു, ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളുകൾ മരിച്ചു എന്ന് വിധി എഴുതിയ ശേഷം ഇവരെയൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് പലപ്പോഴും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആ കത്തി എടുക്കുന്ന സമയത്താണ് പലപ്പോഴും ഇവർക്ക് ജീവനുണ്ട് എന്ന കാര്യം തിരിച്ചറിയുന്നത്. ഇവിടെയാണ് ആ രോഹിതാഷ് കുമാറിനെ ചികിത്സിച്ച ഡോക്ടർമാരുടെ അല്ലെങ്കിൽ ആ പോസ്റ്റ്മോർട്ടം ചെയ്യാതിരുന്നവരുടെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടുന്നത്. ആരും ചോദിക്കാനില്ല എന്ന് കരുതി രോഹിതാഷ് കുമാറിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ഇരുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ജീവനുണ്ട് എന്ന് മനസ്സിലാക്കാതെ പോയത്. അങ്ങനെ ഇയാളെ ചിതയിലേക്ക് എടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അവിടെ ചിത കൊളുത്തുന്ന സമയത്തായിരിക്കണം ശ്വാസം മുട്ടിയാണ് അദ്ദേഹം കണ്ണ് തുറക്കുന്നത്. എന്തായാലും ആരോഗ്യസ്ഥിതി ഇദ്ദേഹത്തിൻ്റെ മോശമായി തന്നെ തുടരുകയാണ്. അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട 3 ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഹാസ്യരൂപേണയൊക്കെ സിനിമകളിലോ അല്ലെങ്കിൽ ജീവിതത്തിലുമൊക്കെ കേൾക്കുമ്പോൾ ഹാസ്യരൂപേണ കേട്ടിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും അത്രയും ഗുരുതരമായ ഒരു വിഷയമാണ്. ഈ മോർച്ചറിയിലൊക്കെ വെച്ചു എന്ന് പറയുമ്പോൾ സന്ധ്യ, നമുക്ക് അതിന്റെ ആ ഒരു ആഴം ഊഹിക്കാവുന്നതാണല്ലേ? കാരണം അതിനുശേഷമാണ് ഇദ്ദേഹത്തെ സംസ്കരിക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായും, അതായത് ഡോക്ടേഴ്സ് ഇദ്ദേഹം മരിച്ചു എന്ന് സ്ഥിരീകരിച്ചു. പക്ഷെ പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നൊരു കാര്യമുണ്ടല്ലോ, അതിവർ ചെയ്യാതിരുന്നത്. അതാണ് ഞാൻ നേരത്തെയും പറയും, ഇവരുടെ ഒരു ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടുന്നത് അവിടെയാണ്. ആരും ചോദിക്കാനില്ലാത്ത ഒരാളായതുകൊണ്ട് ഇദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഇവർ തയ്യാറായില്ല എന്നുള്ളതാണ്. അങ്ങനെ നേരെ ഇയാളെ സംസ്കരിക്കാൻ കൊണ്ടുപോകുന്ന എന്തോ ഭാഗ്യം കൊണ്ട് അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നതാണ്. ഇപ്പോഴും ചികിത്സയിലാണ് അദ്ദേഹം. ആരോഗ്യവാനായി ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് മാത്രം ഉറ്റവരും ഉടയവരും ഇല്ല എങ്കിലും അതൊരു മനുഷ്യജീവനാണ് എന്നുള്ളതാണ് ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം അത് ഡോക്ടർമാർ നമ്മൾ കാണുന്നതും അവരെ ദൈവത്തെ പോലെയാണ് കാണുന്നതും. അപ്പം ഇവിടെ അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഭാഗ്യം കൊണ്ടാണ് ആ യുവാവ് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നതും.